തലശ്ശേരി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം റോഡിലേക്കൊഴുകി വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമായതിന് അറുതി. 10 ദിവസം മുമ്പ് റോഡ് ICICI ബാങ്കിന്റെ മുൻവശത്തെ വാട്ടർ അതോറിറ്റിയുടെ റോഡരികിലെ ശുദ്ധജല വിതരണ പൈപ്പ് തകർന്നിട്ടും നന്നാക്കാത്തത് സംബന്ധിച്ച് ഗ്രാമിക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അധികൃതരെത്തി പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു. നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് റോഡരികിൽ കുഴിയുണ്ടാക്കിയത്. ഇതിനിടയിലാണ് ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ആദ്യം ചെറിയ തോതിലാണ് ജലം പുറത്തേക്കൊഴുകിയത്. പിന്നീട് ഒഴുക്കിന്റെ ശക്തി കൂടുകയും റോഡിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നടുറോഡിലെ വെള്ളക്കെട്ട് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതിന് സമീപത്തായി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കൊതുകിന്റെ ശല്യവും വർദ്ധിച്ചിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ജനങ്ങളുടെ ദുരിതത്തെപ്പറ്റിയായിരുന്നു ഗ്രാമിക വാർത്ത. പിറ്റേന്ന് തന്നെ അധികൃതരെത്തി പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു. പ്രശ്നം വാർത്തയാക്കി പരിഹാരമുണ്ടാക്കിയ ഗ്രാമിക റിപ്പോർട്ടിന് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഷർമിള നന്ദി പറഞ്ഞു. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ സജീവമായിട്ടുള്ളത് ഇപ്പോൾ ശരിയായ ഗ്രാമിക ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഈ തവണയും നമുക്ക് ഈ പൈപ്പിൻ്റെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ചാനൽ ന്യൂസ് നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ച് 2 ദിവസം കൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ വരികയും അത് ശരിയാക്കുകയും ഇപ്പോൾ നമുക്കൊക്കെ കുടിവെള്ളം നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.